മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തീരും നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തീരും നാമത്തിനാദരവാ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. 2026 പ്രാരംഭ കർത്തൃദിനത്തിൽ നാം കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണല്ലോ. അനുഗ്രഹീതമായ പ്രഭാതം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വത്തെ ഓർക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് ഏതൊരു ഭക്തൻ്റെയും ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്. കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കുകയും അവന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നത് ദൈവപ്രസാദമുള്ള ഒരു കാര്യമാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 19 വരെയുള്ള വേദഭാഗമാണ് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഭാഗത്തെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ കർത്താവിനെ എതിർപ്പെട്ടു. അവർ അകലെ നിന്നുകൊണ്ട് കർത്താവിനോട്, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവരെ കണ്ടിട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുന്ന ആ ഒരു രംഗമാണ് നമുക്ക് ആ വേദഭാഗത്ത് വായിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് ചില ആത്മീയ സത്യങ്ങൾ നമുക്കിവിടെ നിന്ന് ഗ്രഹിപ്പാൻ തക്കണം കഴിയും. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ഏതൊരു രോഗിക്കും, മാത്രമല്ല പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നവർക്കൊക്കെ സൗഖ്യവും സന്തോഷവും സമാധാനവും പ്രാപിച്ചാണ് അവർ മടങ്ങിപ്പോയിട്ടുള്ളത്. കർത്താവിൻ്റെ അടുക്കൽ ആര് ആശ്വാസത്തിനായി വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നിശ്ചയമായി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് 10 കുഷ്ഠരോഗികളായ മനുഷ്യരാണ്. അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നത്, യേശു നായക, ഞങ്ങൾക്ക് സൗഖ്യം നൽകണം. കർത്താവിന് സൗഖ്യം നൽകുവാൻ കഴിയുമെന്നുള്ളതായ ഒരു നിശ്ചയ ബോധ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അവർ ഉറക്കെ നിലവിളിച്ചു എന്നാണ് നാം കാണാൻ കഴിയുന്നത്. ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. കർത്താവ് അവരെ കണ്ടു എന്ന് നാം 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നാം വായിക്കുന്നുണ്ട്. അവൻ അവരെ കണ്ട് എന്ന് നാം വായിക്കുന്നു. കർത്താവിനോട് നിലവിളിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ കർത്താവ് കണ്ടിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് കൃത്യമായി നിറവേറ്റി കൊടുക്കും. ഇത് നമ്മുടെ കർത്താവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. സർവശക്തനായ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് എക്കാലത്തും കരുണ തോന്നുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ കർത്താവ് വന്നതും തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനെ അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ അവസ്ഥകൾ അറിഞ്ഞവരെ സഹായിക്കുവാൻ, അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണോ അതിന് പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു. ഇവിടെ 10 കുഷ്ഠരോഗികളായ മനുഷ്യരെ നാം കാണുന്നു. അവർ ഉറക്കെ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് നിലവിളിക്കുന്നു. കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിക്കുക എന്ന് ഓർപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു യഹൂദനുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ കുഷ്ഠരോഗിയായ മനുഷ്യന് അവൻ്റെ കുഷ്ഠത്തിന് ശുദ്ധീകരണം വന്നു എന്നുള്ളത് അത് ബോധ്യപ്പെടുത്തുന്നത് മഹാപുരോഹിതനാണ്. കുഷ്ഠരോഗിയായ മനുഷ്യൻ തനിക്ക് ശുദ്ധി വന്നു എന്ന് കണ്ടിട്ട് പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് അവനെ തൻ്റെ ആ കുഷ്ഠം ഉള്ള ഭാഗം കാണിക്കുകയും അവന്
അത് കുഷ്ഠശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ ന്യായപ്രമാണപ്രകാരം നിർദ്ദേശിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് അതുതന്നെയാണ് അവരോട് പറയുന്നത്, നിങ്ങൾ പോയി മഹാപുരോഹിതനെ കാണിക്കുക എന്ന് ഓർപ്പിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് 14 വാക്യം വായിക്കുന്നു, അവർ പോകയിൽ തന്നെ അവർക്ക് ശുദ്ധി വന്നു എന്ന് നാം വായിക്കുന്നു. അവർക്ക് പോകയിൽ തന്നെ ശുദ്ധി വന്നു. കർത്താവിന്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി പുരോഹിതന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ തന്നെ അവരുടെ ആ കുഷ്ഠത്തിന് സൗഖ്യം വരികയാണ്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ കുഷ്ഠരോഗിയായ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പാപിയുടെ നിഴലാണ്. അവൻ അശുദ്ധനാണ്. ലേവ്യ പുസ്തകവും 13 അധ്യായം 45 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് കുഷ്ഠരോഗിയായ മനുഷ്യൻ അശുദ്ധനാണ്. മാത്രമല്ല അവന്റെ ചില അവസ്ഥകളെ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ കാണുക, പൊതു സമൂഹത്തിലേക്ക് അവന് വരുവാൻ കഴിയുകയില്ല. അവൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തല മൂടിക്കൊണ്ട് വേണം അവൻ എപ്പോഴും നടക്കുവാൻ. കാരണം കുഷ്ഠം അത് ഒരു മനുഷ്യനും അത് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു മാരകമായ ഒരു രോഗമായിരുന്നു. എന്ന് വെച്ചാൽ അശുദ്ധിയുടെ അടയാളമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്. ഈ കുഷ്ഠരോഗിയുടെ ചില പ്രത്യേകതകൾ ഇവിടെ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അവർ ദൂരത്ത് നിന്ന് വിളിച്ചു എന്നാണ് വായിക്കുന്നത്. കുഷ്ഠരോഗിക്ക് ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വരുവാൻ കഴിയില്ല, അവൻ ദൂരത്ത് നിൽക്കണം. ഇതൊരു പാപിയുടെ ചിത്രമാണ്. പാപി അതേ ദൂരസ്ഥനാണ്, എന്ന് വെച്ചാൽ ദൈവത്തിന് അകലപ്പെട്ടവനാണ്. എഫെസ്യ ലേഖനം 2 അധ്യായം 13 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ദൈവസന്നിധിയിൽ നിന്ന് അകലപ്പെട്ടവരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. കാരണം അശുദ്ധൻ ഒരിക്കലും ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല. 2 അധ്യായം 13 വാക്യം വായിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ അശുദ്ധനായ മനുഷ്യൻ അവൻ പാപത്തിന് ശുദ്ധീകരണം വന്നപ്പോൾ ഇപ്പോൾ ശുദ്ധി പ്രാപിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ ഈ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായവരിൽ ഒരുവൻ മാത്രം മടങ്ങി വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ വായിച്ച വേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു, ഒരു ശമര്യക്കാരനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ഈ ദൂരസ്ഥ ആയിരുന്നവൻ അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. മാത്രമല്ല പിന്നീട് നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവൻ കർത്താവിനോട് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്കവിടെ കാണാൻ കൊണ്ടും കഴിയുന്നുണ്ട്. മടങ്ങി വന്ന മനുഷ്യൻ അവൻ ചെയ്യുന്നത് കർത്താവിന്റെ കാൽക്കലേക്ക് വന്ന് വീഴുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് യഥാർത്ഥമായ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു ഭക്തന്റെ ആരാധനാ മനോഭാവം ഇവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവിൽ നിന്ന് നന്മ പ്രാപിച്ച പലരും പിന്തിരിഞ്ഞു പോയപ്പോൾ, കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച പലരും ദൈവത്തിങ്കിലേക്ക് അടുത്ത് കടന്നു വരുവാൻ കഴിയാതെ അവർ ദൂരത്ത് മാറി നിൽക്കുമ്പോൾ, സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് പലർക്കും കർത്താവിനെ വേണ്ട, ഭൗതികമായ നന്മകൾ പലർക്കും ഉണ്ട്, കർത്താവിനെ വേണ്ട. എന്നാൽ ഒരു മനുഷ്യൻ അവൻ യഥാർത്ഥമായ ദൈവ ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവന്റെ ആത്മീയ മനോഭാവം, അവന്റെ കൃതജ്ഞത അവൻ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുകയാണ്. ഒന്ന് അവിടെ നാം വായിക്കുന്നത് അവൻ മടങ്ങി വന്നു എന്നുള്ളതാണ്. കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ ഒരു മടങ്ങി വരവിന്റെ ലക്ഷ്യമായി കാണാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അതിനൊരു നിരപ്പ് പ്രാപിക്കുക, ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരാധനയിൽ ഉണ്ടാകേണ്ട ഏറ്റവും പരമപ്രാധാന്യമേറിയ കാര്യമാണ് ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം. എന്ന് വെച്ചാൽ ദൈവം ആരാധനയിൽ നമ്മുടെ ഹൃദയങ്ങളെയാണ് പരിശോധിക്കുന്നത്. നാം കയീന്റെ ഹാബേലിന്റെ യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഹാബേൽ കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന് വായിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഹൃദയ മനോഭാവമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഒരു മടങ്ങിവരവുണ്ടായി അവന്റെ ജീവിതത്തിൽ, ദൈവത്തോട് കൃതജ്ഞതയുള്ളവനായിട്ട് തീരുവാൻ തക്കണമിടയായി തീർന്നു. മറ്റൊരു കാര്യം നാം വായിക്കുന്നത്, അവൻ അവിടെ മടങ്ങി വന്നിട്ട് കർത്താവിന് മഹത്വം കൊടുത്തു എന്ന് വായിക്കുന്നു. 18 വാക്യം നാം വായിക്കുന്നത് മഹത്വം കൊടുപ്പാൻ അവൻ മടങ്ങി വന്നു എന്നുള്ളതാണ്. ആരാധനയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും എന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചു പറയാൻ, രക്ഷയുടെ പാനപാത്രം എടുത്ത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ആരാധനയിൽ
നമ്മിൽ ഉണ്ടാകണം. മാത്രമല്ല നാം പിന്നീട് വായിക്കുന്നത് അവൻ കർത്താവിന്റെ കാൽക്കലേക്ക് വീഴുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത്? പാപികളായിരുന്ന, ദൈവവിരോധികളായിരുന്ന, നമ്മെ സ്നേഹിച്ച് തൻ്റെ രക്തത്താൽ സൗഖ്യം നൽകി ശുദ്ധീകരണം തന്ന, നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളായി തീർത്ത ഈ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വീഴുകയല്ലാതെ ഇന്ന് ഈ പ്രഭാതം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 9 പേർ അവർ വരാതെ അകന്നു നിന്നപ്പോൾ ഒരുവൻ മാത്രം മടങ്ങി വന്നിട്ട് അവൻ കർത്താവിന് മഹത്വം അർപ്പിച്ചു. അവൻ കർത്താവിന്റെ കാൽക്കലേക്ക് വീണ് കർത്താവിന് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലും നമ്മെ വീണ്ടെടുത്ത, പാപത്തിന്റെ ഭയാനമായ വിഷമം രക്ഷിച്ച നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, അവന് മഹത്വം അർപ്പിപ്പാൻ, കാൽക്കലേക്ക് വീഴുവാൻ ഈ ദിനം ഈ ചിന്തകളാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. വന്ദനം ചെയ്തിടുന്നു. തന്ന നിൻ